വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന പെട്ടിയിലും ബോക്സിലൊക്കെ ഒരു പരതൽ നടത്തുമ്പോൾ ഇതുപോലെ ഓർക്കാപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ടല്ലേ. ഇതെൻ്റെ ഒരു പഴയ ജേണലാണ്. അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ അക്ഷരാർത്ഥത്തിൽ എന്നൊരു സ്വപ്നജീവി എന്ന് വിളിക്കാം. മുൻപിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും പുറകിൽ വേറെ എന്തൊക്കെയോ അലുക്കുലുത്തുകളൊക്കെ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുമായിരുന്നു ഞാൻ. ആദ്യം മുറിയിലും കാലക്രമേണ ഒരു കാർഡ്ബോർഡ് ബോക്സിനുള്ളിലും ചിലവഴിച്ചതിൻ്റെ ക്ഷീണം ആൾക്കുണ്ട്. സോ നമുക്ക് മൂപ്പർക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കാം. ഈ സ്വപ്നജീവിയുടെ ഇനി വായിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ചവറ്റുകുട്ടയിലും ബാക്കി ഒരു ഫയലിൻ്റെ ഉള്ളിലും ഭദ്രമായി വെച്ചതിന് ശേഷം ഞാൻ പണി തുടങ്ങി. ഈ വക പരിപാടിയൊക്കെ ചെയ്ത് ടച്ച് വിട്ടോ എന്നൊരു സംശയമല്ല, ടച്ച് വിട്ടതിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നിയിട്ടോ. നമ്മൾ മറന്ന നമ്മളെ പൊടി തട്ടിയെടുക്കുമ്പോൾ ഒരു ആത്മസമൃദ്ധി ഇല്ലേ? സമൃദ്ധിയാണോ നിർവൃത്തിയാണോ പറഞ്ഞു വന്നത് മനസ്സിലായി കാണൂല്ലേ? അത് തന്നെ ഒരു സന്തോഷം. ആദ്യം തന്നെ ആവശ്യമില്ലാത്ത വാലും തുമ്പൊക്കെ മുറിച്ച് മാറ്റിയിട്ട് ഞാൻ ഈസ്റ്റേൺ ഇട്ട ഒരു വൈറ്റ് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിൻ്റെയാണ്. പുള്ളിക്കാരെ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ മെറ്റീരിയലിൽ നിന്ന് ബാക്കി വന്നതാണിത്. അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ലേസും പിന്നെ ജൂട്ട് ത്രെഡൊക്കെ വെച്ചിട്ടാണ് പുറംചട്ടയിലും മിനുക്കോണി നടത്തുന്നത്. ലേസിൻ്റെ ഇടയിലും ബാക്കിലും ബോർഡർ പോലെ ഒരു ജൂട്ട് ത്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്ര വിസിബിൾ അല്ലെങ്കിലും ഒരു ക്യാരക്ടർ ആഡ് ചെയ്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. എൻ്റെ സ്വപ്നങ്ങളുടെ ഭാരം താങ്ങാൻ ഈ ജേർണലിൻ്റെ ജീവിതം ഇനിയും ബാക്കി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.